നമസ്കാരം. മുൻ മന്ത്രി എം രാജേഷിന്റെ പോസ്റ്റും ആ പോസ്റ്റിന് തൃത്താല നിയുക്ത MLA ആയിട്ടുള്ള VT ബൽറാമിന്റെ മറുപടിയും ഒക്കെ ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു. അത് വായിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ പറയാതെ പോയി. പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും കൈ കൊടുക്കാൻ പോയ സരിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. സരിൻ അന്ന് കൈ കൊടുക്കാൻ പോയപ്പോൾ ഇരുവരും ഒരു രാഷ്ട്രീയ മര്യാദ പോലും കാണിക്കാതെ കൈ കൊടുക്കാതെ പോയ കാഴ്ചയും, എന്തുകൊണ്ട് കൈ കൊടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും പറഞ്ഞത് അത് മറ്റൊരു പാർട്ടിക്കാരനാണ്, അതുകൊണ്ടാണ് കൈ കൊടുക്കാത്തത് എന്നാണ് പറഞ്ഞത്. അന്ന് തന്നെ ആ വാർത്ത ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് രാജേഷ് ജയിച്ച സമയത്ത് രാജേഷ് ആദ്യമായിട്ട് കാണാൻ പോയത് തൃത്താലയിലെ മുൻ MLA ആയിരുന്ന VT ബൽറാമിനെയാണ്. അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. സ്വാഭാവികമായും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് തോക്കുമ്പോൾ അതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന MLA പോയി കാണുക എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമാണ്. അതിനെ ആരും കുറ്റപ്പെടുത്തില്ല. മാത്രവുമല്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം തന്നെ പോയി കണ്ടത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയെ വന്ന് കണ്ട കഥകളൊക്കെ പല ഘട്ടങ്ങളിലൊക്കെ ചാണ്ടി ഉമ്മൻ തന്നെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിനെയൊക്കെ നമ്മൾ രാഷ്ട്രീയ മര്യാദ എന്ന് മാത്രമേ പറയുകയുള്ളൂ. അത് പിന്തുടരേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായും ഈ രാജേഷ് തൃത്താലയിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട വികസനത്തെ പറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്, ആ പോസ്റ്റിന് VT ബൽറാം കൊടുത്തിട്ടുള്ള മറുപടി നമുക്കൊന്ന് കാണാം. ഇത് പല നേതാക്കളും ഒക്കെ കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. രാജേഷ് കുറിച്ചത് ഇങ്ങനെയാണ്: തൃത്താലയിലെ വോട്ടർമാർക്ക് നന്ദിയോടെ ജനവിധി അംഗീകരിക്കുന്നു. നിയുക്ത MLA ശ്രീ VT ബൽറാമിന് അഭിനന്ദനങ്ങളും ആശംസകളും. കഴിഞ്ഞ 5 വർഷം വ്യത്യസ്തങ്ങളായ വികസന പദ്ധതികൾ തൃത്താലയിൽ പൂർത്തിയാക്കിയതോടൊപ്പം അനേകം പദ്ധതികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അവയുടെ പൂർത്തീകരണത്തിന് ക്രിയാത്മക പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ഏതാനും ദിവസങ്ങളായിരിക്കുന്നു. അനാരോഗ്യം മൂലം വിശ്രമത്തിൽ ആയിരുന്നതിനാലാണ് ഈ പോസ്റ്റ് വൈകിയത്. LDFന് വോട്ട് രേഖപ്പെടുത്തിയത് 68,041 പേരാണ്. എല്ലാവർക്കും ഹൃദയം തൊട്ട നന്ദി. 100 കണക്കിന് പ്രവർത്തകരാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ LDF വിജയത്തിനായി കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത്. ആത്മാർത്ഥമായി അധ്വാനിച്ച എല്ലാവർക്കും ഹൃദയാഭിവാദ്യം. 5 വർഷം മുമ്പ് തൃത്താലയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി. തുടർന്ന് 5 വർഷവും തൃത്താലയുടെ പുരോഗതിക്കായി അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഓരോ നിമിഷവും ചിന്തിച്ചതും പ്രവർത്തിച്ചതും തൃത്താലയിൽ എന്തെല്ലാം പുതിയ പദ്ധതികൾ നടപ്പാക്കാമെന്ന് മാത്രമായിരുന്നു. സർക്കാർ പദ്ധതികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നൂതന മാർഗങ്ങളും സ്രോതസ്സുകളും ഉപയോഗിച്ച് അനേകം തനതു പദ്ധതികളും തൃത്താലയിൽ നടപ്പാക്കുകയുണ്ടായി. തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി മോശം അവസ്ഥയിൽ കിടന്നിരുന്ന റോഡുകളുടെ മുഴുവൻ നവീകരണമായിരുന്നു. ഇന്നിപ്പോൾ തൃത്താലയിലെ ഏതാണ്ട് എല്ലാ റോഡുകളും മികച്ചതായി കഴിഞ്ഞിരിക്കുന്നു. നിർമ്മാണം പുരോഗമിച്ചിരിക്കുന്ന ചാലിശ്ശേരി പട്ടാമ്പി റോഡും കൂറ്റനാട് ജംഗ്ഷൻ നവീകരണവും പൂർത്തിയാകുമ്പോൾ നാടിന്റെ മുഖച്ഛായ തന്നെ മാറും. കാങ്കാപ്പുഴ പാലം ആനക്കരക്കാരുടെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകളുടെയും ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം പോലെ, സുശീലപ്പടി മേൽപ്പാലം ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം പോലെ തൃത്താലയിൽ എങ്ങും ഉയർന്നു നിൽക്കുന്ന 2 ഡസനോളം സ്കൂൾ കെട്ടിടങ്ങളും സ്വപ്നതുല്യമായ തൃത്താല ഗവൺമെന്റ് ആശുപത്രി കെട്ടിടവും ITI എന്ന ചിരകാല അഭിലാഷവും സഫലീകരിച്ചു. സ്വപ്നമായി പോലും ഇല്ലാതിരുന്ന നഴ്സിംഗ് കോളേജും നിർമ്മാണം നടക്കുന്ന ചാഞ്ചേരിപ്പറമ്പ് ടൂറിസം പദ്ധതിയുമെല്ലാം കഴിഞ്ഞ 5 വർഷം കൊണ്ട് സാധ്യമാക്കിയതാണ്. സുസ്ഥിര തൃത്താല, അൻപോട് തൃത്താല, എൻലൈറ്റ് തൃത്താല എന്നിവ നൂതനാശയങ്ങളായിരുന്നു. സർക്കാർ ഫണ്ടില്ലാതെ ചെയ്തവ. ഇറ്റലിയിലെ റോമിൽ അന്താരാഷ്ട്ര കോൺഫറൻസിൽ അവതരിപ്പിക്കപ്പെട്ട, പിന്നീട് ജാർഖണ്ഡിലെ IAS ഉദ്യോഗസ്ഥർ മാതൃക പഠിക്കാൻ വേണ്ടി തൃത്താലയിലെത്തിയ പദ്ധതികളാണ് സുസ്ഥിര തൃത്താല. ചിറകുളം, മാങ്ങാട്ടുകുളം, കൊടിക്കുന്നുംകുളം ഉൾപ്പെടെ നിരവധി ജലാശയങ്ങളും നീർച്ചാലുകളുമെല്ലാം ഇതിലൂടെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചു. ഭൂഗർഭ ജല വിധാനം 82 സെന്റിമീറ്റർ ഉയർത്താനായത് ഏറ്റവും സംതൃപ്തി നൽകിയ നേട്ടമാണ്. അൻപോടെ തൃത്താലയിൽ കേരളത്തിലെ പ്രധാന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെയും അണിനിരത്തിയുള്ള 2 മെഗാ മെഡിക്കൽ ക്യാമ്പുകളിലായി 15,000 ഗുണഭോക്താക്കളുണ്ടായി. എൻലൈറ്റ് തൃത്താലയിൽ 130 വിദ്യാർത്ഥികൾക്ക് 30 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകാനുമായി. തൃത്താലയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ ആഘോഷമായി മാറിയ ദേശീയ സരസ്മേള ആസ്വദിക്കാൻ ജനങ്ങൾക്ക് അവസരമൊരുക്കി എന്നതിലും അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷ നിമിഷങ്ങൾ പെട്ടെന്നൊന്നും തൃത്താലക്കാർ മറക്കാനിടയില്ല. പട്ടയം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മറ്റുള്ള സഹായങ്ങൾ എന്നിവയും ആയിരക്കണക്കിന് ആളുകൾക്ക് നൽകുകയുണ്ടായി. ഹൃദയം നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് ജനവിധിയെ ആദരവോടെ മാനിച്ചുകൊണ്ട് ചുമതലയൊഴിയുന്നത്. ജയ പരാജയങ്ങൾക്കപ്പുറം ആർക്കും തമസ്കരിക്കാനാകാത്ത വിധം തലയുയർത്തി തന്നെ നിൽക്കുന്ന വികസനത്തിന്റെ അടയാളങ്ങൾ തൃത്താലയിലുടനീളം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ജനങ്ങൾ എക്കാലത്തും ഓർക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല.
വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളും വൈകാരിക രാഷ്ട്രീയ പരിഗണനകളും നേർക്കുനേർ വരുമ്പോൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അപ്രതീക്ഷിതമായേക്കാം. എങ്കിലും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ അവശേഷിക്കുക തന്നെ ചെയ്യും. കൂടുതൽ രാഷ്ട്രീയ വിശകലനം മറ്റൊരു സന്ദർഭത്തിലാകാം. എല്ലാവരുടെയും ജനപ്രതിനിധിയായി പ്രതിപക്ഷ ബഹുമാനത്തോടെ പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും എല്ലാവരോടും ആദരവ് പുലർത്തിയിട്ടുണ്ട്. വിവേകമില്ലാത്ത വാക്കോ പ്രവൃത്തിയോ മൂലം തൃത്താലയ്ക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല എന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയം എന്ന ഏക സാധ്യത മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ മുന്നോട്ട് നയിക്കുന്നത്. പരാജയം കമ്മ്യൂണിസ്റ്റുകാർക്ക് സമരോത്സുകമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. കൂടുതൽ സമരോന്മുഖമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. നന്ദി MP രാജേഷ് എന്നാണ് പറഞ്ഞത്. അതിന് പിന്നാലെ തന്നെ VT ബലറാമിന്റെ ഒരു പോസ്റ്റ് എത്തി. ശ്രീ MP രാജേഷ്, എനിക്ക് നൽകുന്ന അഭിനന്ദനങ്ങൾക്കും ആശംസകൾക്കും ആത്മാർത്ഥമായ നന്ദി. താങ്കളുടെ കാലത്ത് തുടങ്ങി വെച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നത് എന്റെയും മുൻഗണനയാണ്. അതിനായി താങ്കൾ വാഗ്ദാനം ചെയ്യുന്ന ക്രിയാത്മക പിന്തുണയെ നന്ദിപൂർവ്വം സ്വീകരിക്കുന്നു. ഒരു ജനപ്രതിനിധി തുടങ്ങി വെച്ചു എന്നതിന്റെ പേരിൽ അടുത്ത 5 വർഷവും അത് പൂർത്തീകരിക്കാൻ അനുവദിക്കാത്ത നിഷേധാത്മക സമീപനം നാടിന് ഗുണകരമല്ലല്ലോ. താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളുടെയും ക്രിയാത്മക പിന്തുണ ഇക്കാര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അനാരോഗ്യത്തിൽ നിന്ന് എത്രയും വേഗം പൂർണ്ണ വിമുക്തി നേടി പൊതുരംഗത്ത് സജീവമാകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്കൾക്ക് വേണ്ടി LDF വോട്ട് രേഖപ്പെടുത്തിയ 68,041 വോട്ടർമാരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം മറ്റ് എതിർ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചെയ്തവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ഇനി മുതൽ അവരുടെ കൂടി പ്രതിനിധിയായി ഞാൻ അവർക്കൊപ്പം എല്ലാം ഉണ്ടാകും എന്നും ഉറപ്പ് നൽകുന്നു. താങ്കളുടെ തിരക്കുകൾക്കിടയിൽ സമയം അനുവദിക്കുകയാണെങ്കിൽ നേരിൽ കണ്ട് നിലവിലെ വികസന പദ്ധതികളുടെ വിശദാംശങ്ങൾ അറിയാനും ചർച്ച ചെയ്യാനും താല്പര്യമുണ്ട്. അധികം വൈകാതെ അതിനുള്ള അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് VT ബലറാം ഫേസ്ബുക്കിൽ കുറിച്ച്. എത്ര മാന്യമായിട്ടുള്ള പോസ്റ്റ് അല്ലെ. രണ്ടുപേർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടപ്പോൾ, രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, ഒരു വിഷയത്തിലുള്ള ഇടപെടൽ അത് കണ്ടപ്പോൾ നാടിന് വേണ്ടി രണ്ടുപേരും നിലയുറച്ചു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ തന്നെ വേണം എല്ലാ MLA മാരും പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെ തന്നെ വേണം പ്രതിപക്ഷ MLA മാരും ഒക്കെ പ്രതികരിക്കേണ്ടതെന്ന് പറഞ്ഞു വെക്കുകയാണ്. തീർച്ചയായും MLA ആയി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം ഉണ്ടാകരുത്. നാടിന് വേണ്ടിയുള്ളതാകണം അവരുടെ രാഷ്ട്രീയം. നാടിന്റെ വളർച്ചയ്ക്കും നാടിന്റെ പുരോഗതിക്കും ജനങ്ങൾക്കും വേണ്ടിയുള്ളതാകണം രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത്തരമൊരു രാഷ്ട്രീയം വേണം എന്ന് MP രാജേഷ് പറയുമ്പോൾ തീർച്ചയായും അതുണ്ടാകുമെന്ന് VT ബലറാം പറയുന്നിടത്താണ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു തലം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ കണ്ടാണ് VT ബലറാമിന്റെയും ഈ പറയുന്ന MP രാജേഷിന്റെയും ഒക്കെ ഈ രീതിയിലുള്ള ഇടപെടൽ കണ്ടാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പലും ഒക്കെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് രാഷ്ട്രീയത്തിൽ അധികമൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു മാന്യത അത് ഇവരിൽ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രേക്ഷകരുമായി ഞാനിത് പങ്കുവെക്കുന്നത് പോലും. നമ്മൾ രാഷ്ട്രീയപരമായി ഇടപെടുമ്പോൾ അതിലൊരു മാന്യത വേണം. വിമർശിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ആ ഒരു രീതിയിലുള്ള ഒരു മാന്യത എപ്പോഴും വെച്ച് പുലർത്തണം. ആ മാന്യത എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് രാഷ്ട്രീയത്തിന്റെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിനും രാഷ്ട്രീയത്തിന് തന്നെ ഏറ്റവും മികച്ചതാണ്. പലരുടെയും രാഷ്ട്രീയ ഭാവിക്കും മികച്ചതാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. തൃത്താലയിൽ MP രാജേഷ് തോറ്റതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് അദ്ദേഹം പഠിച്ച്, അദ്ദേഹം വിലയിരുത്തി, ജനങ്ങൾക്കൊപ്പം തന്നെ പ്രവർത്തിച്ച് അദ്ദേഹം ഇനി തൃത്താലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ അദ്ദേഹം വളർത്തിയെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും MP രാജേഷ് ഒരു മോശം മന്ത്രിയായിരുന്നില്ല. MP രാജേഷ് ഒരു മികച്ച മന്ത്രിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. MP രാജേഷ് മന്ത്രിയായ ശേഷം ഇവിടെ നടപ്പിലാക്കിയ തദ്ദേശ സ്വയംഭരണ രംഗത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഓരോ വികസന പദ്ധതികളും ഓരോ മനുഷ്യരും എക്കാലവും ഓർത്തിരിക്കും. അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് സമ്മാനിച്ചത് ഗുണങ്ങൾ മാത്രമാണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാൻ കഴിഞ്ഞത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ ഇടപെടൽ മൂലമാണ്. അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയും തദ്ദേശ വകുപ്പ് മന്ത്രിയും എന്നൊക്കെ നിലയിൽ MP രാജേഷ് ഒരു മികവുറ്റ ഒരു മന്ത്രി തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പഠിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ഇത്രയും മികച്ച മന്ത്രിയായിരുന്നിട്ടും താൻ എങ്ങനെ അത്ര വേണ്ടപ്പെട്ടവനായി അല്ലാതായി മാറി എന്ന് അദ്ദേഹം പഠിച്ച് വിലയിരുത്തി തിരുത്തി രംഗത്തേക്ക് വരട്ടെ, സജീവമാകട്ടെ, വീണ്ടും സഭയിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.